ബാക്കിയൊരു ഐഡിയയില് മുന്നേ നല്ലൊരു പടാണ്. അടിപൊളി. ഇത് കമ്പാക്ക് ഉണ്ടാവും ജയറാമിന്റെ. തീർച്ചയായിട്ടും നല്ല നല്ല മൂവി. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഫിലിം കുഴപ്പമില്ല, അടിപൊളി സിനിമയാണ്. ഇത് ജയറാമിന്റെ കമ്പാക്ക് ആണോ? ജയറാമിന്റെ കമ്പാക്കാണ്. മമ്മൂക്കി ജയറാം സൂപ്പറായിട്ട്. എങ്ങനെ ഗസ്റ്റ് റോളിൽ വന്ന് തകർത്ത? മമ്മൂക്ക് ഗസ്റ്റ് റോളിൽ വന്ന് തകർത്ത്. ഇന്റർവ്യൂവിന് ശേഷമാണ് മമ്മൂക്ക വരുന്നത്. അടിപൊളിയാണ്. ക്ലാസ് പടം. ജയറാമിന്റെ കമ്പാക്ക്. മിഥുൻ മാനുവൽ തോമസ് ജയിപ്പിച്ചു. പണ്ടത്തെ കാര്യം പറയാൻ പറ്റില്ല. അഞ്ചാം പാതിരയുടെ അപ്പുറത്തേക്ക് പോയി ഓൾമോസ്റ്റ് സൂപ്പർ പടം. സസ്പെൻസ് ഇല്ല. ജയറാം 2024 മമ്മൂട്ടി വന്നോടുകൂടി ഫിലിം വേറെ ഒരു സ്റ്റൈലിലേക്ക് വേറെ രസമുള്ളൂ കണ്ടിരിക്കും. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എങ്ങനെയാണ് ജയറാമിന്റെ കമ്പാക്ക് ആണോ? ജയറാമിന്റെ കമ്പാക്കാണ്. ഒരു അഞ്ചാം പാതിരനെ മറികടക്കും ഇതിന്റെ? മറികടക്കൊന്നുമില്ല. ഇല്ല. സെക്കൻഡ് ഹാഫ് ഒരു ഇതാണ്, സ്ലോ പേസ് ആണ്. മൂവിയാണോ? എൻഗേജ്ഡ് ആണോ? ഫുള്ള് ക്ലീശയാണ് സംഭവം. ലാസ്റ്റ് ഒക്കെ നമുക്ക് ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് പറയാൻ മാത്രമൊന്നുമില്ല. ആ ഒരു ക്യാരക്ടർ അത്രയും കൊടുത്ത കാരണമാണ് സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റിയത്. എന്നോട് മൂവി ഉണ്ടായിരുന്നു. നല്ലൊരു പടം. ബാക്കിയൊരു ഐഡിയയില് മുന്നേ നല്ലൊരു പടാണ്. എങ്ങനെയാണ് മൂവി? പറഞ്ഞോട് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എൻഗേജ്ഡ് ആണോ? നല്ല പടം. മൂവി അടിപൊളി പടം. എൻഗേജ്ഡ് ആയിരുന്നോ? അടിപൊളി പടം. ത്രില്ലിംഗ് മൂവി. സൂപ്പർ. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കണ്ടിരിക്കാം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. എൻഗേജ്ഡ് ആണോ? ഫുള്ള് നല്ല രസമുണ്ട്, കുഴപ്പമില്ല. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? എൻഗേജ്ഡ് ആയിരുന്നു. അത്രയും വരെ നമ്മൾ ത്രില്ലിങ്ങിലിരിക്കും. പിന്നെ അവിടുന്ന് കഥ വർക്കിലാണ് അത് നമുക്ക് ലയിക്കുന്നില്ല. അഞ്ചാമത്തെ പകുതി കിട്ടില്ല. ബ്രോ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. ചേട്ടാ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല റിവ്യൂ ആണ്. നല്ല ഫിലിമാണ്. നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഒരു സെക്കൻഡ് പാർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ത്രില്ലിംഗ് ആയി പോകുന്നുണ്ട്. ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു ക്രൈം ത്രില്ലർ സീരീസ് തന്നെയാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എൻഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മൂവി. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഒരു ജയറാമിന്റെ കമ്പാക്കാണോ? ഒന്നും പറയില്ല. ഇതിൽ കുറെ ഉണ്ട്. മമ്മൂട്ടി ഉണ്ട്, പിന്നെ ത്രില്ലിംഗ് ആണോ? സസ്പെൻസ് ആണ്. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഉണ്ട്. ചേട്ടാ മൂവി ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഉണ്ടോ? മൂവി സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഇല്ല. ത്രില്ലിംഗ് ആയി പോകുന്നു. ജയറാം എങ്ങനെ കമ്പാക്ക് ആയി? നല്ല സീക്വൻസ് ആണ്. നല്ല സീക്വൻസ് ഉണ്ട്. കുഴപ്പമില്ല. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് ഉണ്ടോ? ലാസ്റ്റ് കാണുന്നുണ്ടല്ലോ. ത്രില്ലിംഗ് ആയി പോകുന്നു സ്റ്റാർട്ടിംഗ് മുതൽ. നല്ല വെറൈറ്റി കളർ. സ്റ്റോറിനത്തിൽ എല്ലാ കണക്ഷൻസും ഒരു അഞ്ചാം പാതിരിന്റെ മാറി കിടക്കും. മിഥുന്റെ അഞ്ചാം ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല കണക്ഷൻ ഉണ്ട് പറഞ്ഞു. എല്ലാ സ്റ്റോറിനോടും ഭയങ്കര കണക്ഷൻ കിട്ടുന്നുണ്ട് പറഞ്ഞു. അടിപൊളിയാണ്. മാനുവൽ തോമസിന്റെ സ്ഥിരം ജോണറിലുള്ള ഒരു പടം. അതായത് ത്രില്ലറാണ്. കാണാനുള്ള പടം ഉണ്ട്. അതൊരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവില്ലേ? എങ്ങനെ ഇതില് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വെച്ചിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. മിക്കവാറും സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഒരു അഞ്ചാം പാതിരിനെ മാറി കിടക്കും. രണ്ടും രണ്ട് ജോണർ, രണ്ട് സബ്ജക്റ്റാണ്. ജയറാമിന്റെ നല്ലൊരു കമ്പാക്ക് ആണ്. ജയറാം നന്നായി.
രണ്ടും രണ്ട് അഞ്ചാം പാതിരനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് ജോണറാണ് പടം.